നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കോഴിമുട്ട വാങ്ങുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ റോഡിൽ വീണ് പരിക്കേറ്റ യുവാവ് മരിച്ച സംഭവം. ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട തർക്കമെന്ന വ്യാജ പ്രചരണം. മൂന്നിയൂർ കുന്നത്തുപറമ്പ് സ്വദേശി പരേതനായ വടക്കേപ്പറമ്പ് അബ്ദുൽ ഖാദറിന്റെ മകൻ 52 വയസ്സുള്ള ഫൈസലാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 8-ന് അറസ്റ്റിലായ പ്രതി കുന്നത്തുപറമ്പ് സ്വദേശി മാളിയേക്കൽ ലത്തീഫ് റിമാൻഡിലാണ്. കഴിഞ്ഞ 6-ന് രാത്രി 9:45-ന് കുന്നത്തുപറമ്പിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം. ലത്തീഫും ഫൈസലും കുന്നത്തുപറമ്പിലെ സൂപ്പർ മാർക്കറ്റിൽ മുട്ട വാങ്ങാൻ എത്തിയിരുന്നു. ആകെ 10 മുട്ടയാണ് ഉണ്ടായിരുന്നത്. മുട്ട വാങ്ങാൻ ആദ്യം വന്നയാൾ എന്ന നിലയിൽ ഇരുവരും തർക്കമുണ്ടായി. ഫൈസലിന് മുട്ട ലഭിക്കുകയും ചെയ്തു. ഇതിനിടെ ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയും മുട്ടയുടെ കവറുമായി പോകുകയായിരുന്ന ഫൈസൽ ബൈക്കിൽ പോകാൻ കയറിയ ലത്തീഫിനെ മുട്ട കൊണ്ട് എറിയുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ ലത്തീഫ് ബൈക്കിൽ നിന്നിറങ്ങി ഫൈസലിനെ ശക്തമായി തള്ളി. ഇതിന്റെ ആഘാതത്തിൽ ഫൈസൽ റോഡിൽ തലയിടിച്ചു വീണു. ലത്തീഫ് ബൈക്കിൽ കയറി പോവുകയും ചെയ്തു. ഏറെ നേരം റോഡിൽ കിടന്ന ഫൈസലിനെ പിന്നീടാണ് ആശുപത്രിയിൽ കൊണ്ടുപോയതെന്ന് നാട്ടുകാർ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും കാര്യമായ പരിക്കില്ലെന്ന് പറഞ്ഞ് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞ ശേഷം മടക്കി അയച്ചു. എന്നാൽ പിറ്റേന്ന് അബോധാവസ്ഥയിലായ ഫൈസലിനെ കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 6 ദിവസത്തോളം ചികിത്സയിൽ കഴിയവെയാണ് മരണമുണ്ടായത്. മരണത്തെ തുടർന്ന് വധശ്രമ കേസിന് പകരം കൊലപാതക കുറ്റം ചുമത്തി. ഫാത്തിമ സുഹറയാണ് മാതാവ്. ഭാര്യ റംല, മുഹമ്മദ് ഫാദിൽ, ഫാത്തിമ ഫിൽസ എന്നിവർ മക്കളാണ്. ഖരീം, റജീന, ആരിഫ, തസ്നി എന്നിവരാണ് സഹോദരങ്ങൾ. അതിനിടെ ഈ സംഭവം അർജന്റീന ബ്രസീൽ ഫുട്ബോൾ വൈരാഗ്യത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. ബന്ധുവിന്റെ വോയിസ് എന്ന നിലയിലാണ് പ്രചരണം നടക്കുന്നത്. എന്നാൽ ഈ പ്രചരണം തികച്ചും വാസ്തവ വിരുദ്ധമാണെന്നും വ്യക്തിപരമായ തർക്കമാണ് മരണത്തിൽ കലാശിച്ചതെന്നും നാട്ടുകാരും പോലീസും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.